CPI തൃശൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെ ജില്ലാ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയി നാട്ടിക MLA CC മുകുന്ദൻ. എന്നാൽ താൻ ഇറങ്ങിപ്പോയതല്ലെന്നും അഭിപ്രായം പറഞ്ഞു പോരുകയായിരുന്നുവെന്നും മുകുന്ദൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കമ്മിറ്റിയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതിൽ വിഷമമില്ല, CPI-കാരനായി തന്നെ തുടരുമെന്നും CC മുകുന്ദൻ. ഞാൻ വിളിച്ചത് സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറയുന്നു, ശരിയാണോ? അങ്ങനെ ഉണ്ടായില്ല. എന്റെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് പോകുന്നു. ഈ ജില്ലാ ഒഴിവാക്കിയ നടപടി അംഗീകരിക്കുന്നുണ്ടോ? അല്ല, ഒഴിക്കോട്ടെ, നമുക്ക് അതിൽ വിഷമമൊന്നുമില്ല. കാരണം ആ വിഷയത്തിലുള്ള നടപടിക്രമത്തിൽ പാർട്ടി നിലപാടെടുക്കണം. അവിടെ ഒരുപാട് വിഷയങ്ങളുണ്ടായി. വലിയ വിഷയം, അതായത് രമേശും മറ്റേ എന്താ പറയാ സുനിൽകുമാറും വത്സരാജും അവരെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്കെതിരായിട്ട് സംസാരിച്ചു. ഞാനത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അത്രയുള്ള വേറെ ഒന്നുമില്ല ഉണ്ടാകത്ത്. എനിക്കിങ്ങനെ കളവ് നടത്തുന്നവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ വിളിച്ചത് സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറയുന്നു. ലെവിൻ കെ വിജയൻ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. ലെവിൻ, ഇപ്പോൾ അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ തനിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നു എന്നുള്ളത്. അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് അദ്ദേഹം ഇറങ്ങിപ്പോയത് ജില്ലാ സമ്മേളനത്തിൽ നിന്ന്. അപ്പോൾ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്. ഇസ്മായിൽ പക്ഷ നേതാവാണ് അദ്ദേഹം എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ വിധത്തിലുള്ള ഒരു വെട്ടിനിരത്തലാണോ ഇത്? അതിന്റെ അത്തരത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം CPI ജില്ലാ കമ്മിറ്റിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു മുകുന്ദൻ. മുൻപ് അതേപോലെ തന്നെ നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്നു. ഇന്ന് അവസാനിച്ച ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹത്തിനെതിരെ 2 ദിവസങ്ങളിലെ അതിരൂക്ഷ വിമർശനമാണ് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ നാട്ടിക MLA ആയിട്ടുള്ള മുകുന്ദൻ പാർട്ടിക്ക് വിധേയനാകാൻ തയ്യാറാകുന്നില്ല എന്നതടക്കമുള്ള പരാതികൾ നേരത്തെയുണ്ട്. നവകേരള സദസ്സിലടക്കം MLA നടത്തിയ പരാമർശങ്ങളെ തള്ളി പരസ്യമായി പാർട്ടി നേരത്തെയും രംഗത്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ MLAയുടെ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളും പാർട്ടിക്ക് മുന്നിൽ നിലവിലുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ വിവിധ മണ്ഡലം കമ്മിറ്റികളിൽ നടക്കമുള്ളവർ അതിരൂക്ഷ വിമർശനമാണ് മുകുന്ദനെതിരെ നടത്തിയത്. അദ്ദേഹത്തെ പാർട്ടി അച്ചടക്ക നടപടി എടുക്കാൻ തയ്യാറാകുന്നില്ല, അദ്ദേഹത്തെ പാർട്ടി അച്ചടക്ക നടപടിക്ക് വിധേയനാക്കാൻ ശ്രമിക്കണം എന്നുള്ളതടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നു. തൊട്ടു പിന്നാലെയാണ് ഇന്ന് ചേർന്ന ജില്ലാ സമ്മേളനത്തിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടന്ന നേതൃത്വത്തിന്റെ കൂടിയാലോചനയിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും മുകുന്ദനെ ഒഴിവാക്കാൻ തീരുമാനിച്ചത്. അസിസ്റ്റന്റ് സെക്രട്ടറിയും MLAയും അതോടൊപ്പം തന്നെ നിലവിലെ ജില്ലാ കമ്മിറ്റി അംഗവുമായ മുകുന്ദനെ ഒഴിവാക്കിയുള്ള പാനൽ അവതരിപ്പിച്ചതോടുകൂടി തന്നെ അദ്ദേഹം ഈ സമ്മേളനം പൂർത്തിയാക്കാതെ അവിടെ നിന്നും ഇറങ്ങുകയായിരുന്നു. തുടർന്ന് നമ്മൾ അദ്ദേഹത്തുമായി സംസാരിച്ചപ്പോഴാണ് ഇക്കാര്യങ്ങൾ അത്രയും അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അതായത് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അഴിമതികൾ അടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തന്റെ സ്റ്റാഫായി BA ജോലി ചെയ്തിരുന്നയാൾ തന്നെ പറ്റിച്ച് പണം കൈക്കലാക്കുകയും അത് ആ പരാതി പാർട്ടിയിൽ ഉന്നയിക്കുമ്പോൾ അതിന് നടപടിയെടുക്കാതെ പാർട്ടി രഹസ്യമായി ഇയാളെ സംരക്ഷിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ സമ്മേളനത്തിൽ അയാൾക്കെതിരെയുള്ള പരാതി പിൻവലിക്കണമെന്ന് നേതാക്കളായിട്ടുള്ള ജില്ലാ സെക്രട്ടറിയും VS സുനിൽകുമാറും അടക്കമുള്ള നേതാക്കൾ തന്നോട് ആവശ്യപ്പെട്ടു. അതിനെ താൻ എതിർത്തു. അതിന്റെ പേരിലാണ് തന്നെ ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ നടക്കം ഒഴിവാക്കുന്ന സമീപനം സ്വീകരിച്ചതെന്നാണ് മുകുന്ദൻ നമ്മളോട് പറഞ്ഞത്. ഈ കാര്യങ്ങൾ അഴിമതിക്കാരെ പാർട്ടിയിൽ സംരക്ഷിക്കാനാവില്ല, ഇയാൾക്കെതിരെ നടപടിയെടുത്ത് കർശനമായി കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടു. പക്ഷേ നേതാക്കൾ അതിന് കൂട്ടാക്കിയില്ല. ഇതേ തുടർന്ന് തന്നെ ഒഴിവാക്കുകയായിരുന്നു എന്നുള്ളതാണ് മുകുന്ദൻ നമ്മളോടായി വ്യക്തമാക്കിയിരിക്കുന്നത്. തൊട്ടു പിന്നാലെ തന്നെ സമ്മേളനത്തിന്റെ പാനൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഇദ്ദേഹം വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഏതായാലും നാടകീയമായ ഒരു ഇറങ്ങിപ്പോക്കാണ് ജില്ലയിലെ തികച്ചും നാടകീയമായ സംഭവങ്ങളാണ് CPI ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തൃശ്ശൂരിൽ അരങ്ങേറിയിരിക്കുന്നത്.